ഇക്കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചവരുടെ ടേബിളിൽ നിന്ന് ഇലയെടുക്കുമ്പോഴാണ് ജീവനക്കാരൻ സാബിർ അത് ശ്രദ്ധിച്ചത്. ഇലയ്ക്കുള്ളിൽ ഒരു സ്വർണ്ണ മോതിരം. കിളിമാനൂർ വഴിയോരക്കടയുടെ ഉടമ മഹേഷ് കാത്തിരുന്നു. അതേസമയം കിലോമീറ്ററുകൾക്കപ്പുറത്ത് പത്തനംതിട്ടയിൽ മോതിരം എവിടെ നഷ്ടപ്പെട്ടെന്ന ആശങ്കയിലായിരുന്നു മറ്റൊരാൾ. കാത്തിരിപ്പ് നീണ്ടപ്പോൾ കടയുടമ മഹേഷ് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ മോതിരത്തിന്റെ ഉടമയെ തേടി പോസ്റ്റ് ഇട്ടു. വിവാഹമോതിരം തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി വിമൽകുമാറിന്റെ മുന്നിലേക്ക് പോസ്റ്റ് എത്തി. പിന്നാലെ കടയുടമ ആഗ്രഹിച്ച മറുപടിയും, മോതിരം സൂക്ഷിച്ചു വെച്ചോളൂ, ഞാൻ ദാ എത്തി. ഞാൻ തിരക്കിയിട്ടില്ല, ചേട്ടൻ്റെ വീഡിയോ കണ്ടുകൊണ്ടാണ് തിരിച്ചു കിട്ടിയത്. 2-ാം തീയതി രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ട്രാവൽ ചെയ്ത് വഴി എൻ്റെ ആയിരുന്നു മോതിരം നഷ്ടപ്പെട്ടത്. ഞാൻ ഈ സഹോദരനാണ് അത് കിട്ടിയത്. എൻ്റെ ഒരു ചെറിയ സ്നേഹ സമ്മാനം ഈ സഹോദരന് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വഴിയോരക്കടയുടെ മാനേജ്മെൻറ്റിനും എല്ലാ സ്റ്റാഫുകൾക്കും എൻ്റെ നന്ദി. ഇത് 2-ാം തവണയാണ് സമാനമായ രീതിയിൽ കടയിൽ നിന്നും മോതിരം ലഭിക്കുന്നത്. രണ്ടും ഉടമകൾക്ക് നൽകിയ സന്തോഷത്തിലാണ് മഹേഷും ജീവനക്കാരും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. രാഹുലെ, നമ്മൾ ഈ നടന്നൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഈ 5 രൂപ 10 രൂപ എന്ത് ചെറിയൊരു തുകയാണ് എങ്കിൽ പോലും അത് കളഞ്ഞു കിട്ടിയാൽ പോലും ഒരു പക്ഷെ ആരുടെയെങ്കിലും ഒക്കെ ആയിരിക്കും, അത് കിട്ടിയാൽ പോലും ചെലവാക്കണോ വേണ്ടായോ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. മറ്റൊരാളുടേതാണ് എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ അത് കൃത്യമായി ഏൽപ്പിക്കാൻ, അല്ലെങ്കിൽ ഉടമയെ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ടാകും. അങ്ങനെയാണ് വേണ്ടത്. അതിനിടയിലാണ് ഇത് ഇപ്പോൾ നമ്മളൊരു സ്വർണ്ണ മോതിരത്തിന്റെ കാര്യം പറയുന്നത്. ഒരു ഹോട്ടലാണ്, അവിടെ ബാക്കി തൊഴിലാളികളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. വേണമെങ്കിൽ മാറ്റി വെക്കാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. അതാണ് മനസ്സിന്റെ നന്മ. തിരിച്ചു കിട്ടിയല്ലോ. ഇതിപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ 2-3 മനുഷ്യർ മാത്രമുള്ള ചെറിയ ലോകത്ത് നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ കൗതുകം പല രീതിയിലാണ്. കാരണം ഒന്ന്, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയിരുന്ന ഒരു വസ്തുവോ മനുഷ്യരോ ആരോ ആയിക്കോട്ടെ, അത് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. മറ്റൊന്ന്, ഇത് ലഭിച്ചയാൾ ഇത് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നീട് ഇത് അമൂല്യമായി കരുതിയ മറ്റൊരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വന്ന് ഇത് വാങ്ങാൻ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. ഇത് രണ്ടുമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കാരണം പണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു പേഴ്സ് വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആ പേഴ്സിൻ്റെ ID കാർഡിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഈ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണ്ടുപിടിച്ച് വ്യക്തിപരമായി ഞാനൊരു പേഴ്സ് തിരികെ കൈമാറുന്നുണ്ട്. അപ്പോൾ ആ വന്ന വ്യക്തിയുടെ മുഖത്തുണ്ടായ സന്തോഷം, തിരിച്ച് കിട്ടുമ്പോൾ ഉണ്ടായ സന്തോഷം, ചിലപ്പം ആ ഒരു സംഭവത്തിൽ നിന്ന് വലിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും. പല ഘട്ടങ്ങളിലും ആ വ്യക്തി സഹായമായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയും ചെയ്യാം, വളരെ ചുരുക്കം. അപ്പോൾ എന്തായാലും അതിലേക്ക് ഈ പറയുന്ന പോലെ വഴിതെളിക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഈ ഹോട്ടലിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കാഴ്ചയാണ്. കാരണം മോതിരം നഷ്ടപ്പെടുന്നത്, പ്രത്യേകിച്ച് മോതിരം നഷ്ടപ്പെടുന്ന 2-ാമത്തെ തവണയാണ്. അപ്പോഴും ഈ പറയുന്ന പോലെ ജീവനക്കാരാകട്ടെ, ഉടമസ്ഥനാകട്ടെ, ഹോട്ടൽ ഉടമയാകട്ടെ, ഇപ്പോൾ വഴിയോര കടല ഉടമ മഹേഷിൻ്റെയൊക്കെ നമ്മുടെ സൂക്ഷിച്ചു വെച്ചതും പോസ്റ്റ് ഇട്ടതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഈ വ്യക്തികൾ ഇത്തരത്തിൽ ആളുകളെ കണ്ടുപിടിക്കാനായി വീഡിയോകൾ നിർമ്മിക്കുന്നു, അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, സൂക്ഷിച്ചു വെച്ച് തിരികെ നൽകുന്നു എന്ന് പറയുന്ന ഒരു കൗതുകം തന്നെയാണ്. കൗതുകം എന്ന് പറയുമ്പോൾ എന്ത് നഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ആഹാരം കഴിച്ച് മടങ്ങുന്നതിനപ്പുറത്തേക്ക് ഒരു അമൂല്യമായി കരുതി അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടൊരു സാധനം നഷ്ടപ്പെട്ട് തിരിച്ച് ലഭിക്കാനുള്ള ഇടമായി കൂടി മാറുകയാണ്, സുരക്ഷിതമായ ഇടമായി മാറുകയാണ്. ഒരുപക്ഷെ പത്തനംതിട്ട ഓമല്ലൂരിൽ നിന്ന് വിമൽകുമാർ എന്നയാൾ ഇത് വാങ്ങാൻ വേണ്ടി മാത്രമാണ് വന്നത്. കാരണം ഇത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എവിടെ പോയെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ നിന്നാണ് ഈ പോസ്റ്റ് കാണുന്നത്. ഈ മോതിരം ഇത്തരത്തിൽ ഇവിടെ ആരുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരുടെയാണ് എന്ന് അറിയാൻ കഴിയുന്നില്ല എന്ന തരത്തിലൊക്കെ പോസ്റ്റ് കാണുന്നത്. എന്തായാലും ഇതിൽ ഞാൻ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം. ഒന്ന്, നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതിയ ഒന്ന് അവിചാരിതമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരുന്നു, അല്ലെങ്കിൽ ഒരാൾ വിളിച്ചു പറഞ്ഞ് നമുക്ക് തിരികെ കിട്ടുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള സന്തോഷം മറ്റെന്തുണ്ട് എന്ന് ഒരുപക്ഷെ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ചോദിക്കാനാകും. മറ്റൊന്ന്, ആ കൈ കൊടുക്കുമ്പോൾ ദൃഢമായി കൈ കൊടുത്തുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ആ സ്നേഹം കൈമാറുന്നതും ഈ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഇത് മനോഹരമായി, ഞാൻ പറഞ്ഞ കുറച്ച് മനുഷ്യർ മാത്രം ഉൾക്കൊള്ളുന്ന ലോകത്തിൻ്റെ കഥയാണെങ്കിൽ പോലും അവർ പ്രതീക്ഷയോടെ തിരിച്ചെത്തുന്നു, പുഞ്ചിരിക്കുന്നു, ഈ പറഞ്ഞ നഷ്ടപ്പെട്ട വസ്തു കൈമാറുന്നു. ഇതെല്ലാം മനോഹരമായ കാഴ്ചാനുഭവമായി പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് വിചാരിച്ച് ആ കൗതുകത്തിന്റെ പുറത്താണിത് നമ്മൾ അവർക്ക് മുന്നിലേക്ക് വെക്കുന്നത്. എന്തായാലും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൗതുകം. തീർച്ചയായും രാഹുൽ, ഇപ്പോൾ